ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സാക്സ് വെറൈറ്റീസ്. ഞാനിപ്പോൾ ഉള്ളത് ഹൈദരാബാദിലെ ഗോൽക്കൊണ്ട ഫോർട്ട്. അപ്പോൾ ഹൈദരാബാദിൽ വന്നിട്ടുണ്ടെങ്കിൽ എന്തായാലും കാണേണ്ട ഒരു ഫോർട്ടാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ്. അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണും. ഞാനിപ്പോൾ ഉള്ളത് ഗോൽക്കൊണ്ട ഫോർട്ടിന്റെ പരിസരത്താണ്. അതിൻ്റെ ഒരു അങ്ങാടിയിൽ പിന്നെ വണ്ടി വന്ന് നിർത്തിയിടുന്ന ഒരു ഭാഗമാണ്. അപ്പോൾ അവിടെ കുറച്ച് കവാടോ കാര്യങ്ങളൊക്കെ ഉണ്ട്. കുറേ കടകളും ജ്യൂസ് കടകളും ചെറിയ ഹോട്ടലുകളും പിന്നെ കുറേ തൊപ്പിക്കടകളും. തൊപ്പിക്കട നമ്മളെവിടെ കണ്ടാലും നമ്മൾ കുറച്ചാലും നോക്കി നിൽക്കുന്നു. തൊപ്പിക്കടകളും മറ്റൊക്കെ ഉള്ളൊരു ഭാഗമാണിത്. ഇവിടെ ഇതിന്റെ വലിയൊരു ഈ ഒരു ഗേറ്റ് ഉണ്ട്. ഈ ഗേറ്റ് പൂട്ടിക്കുന്ന ചെറിയ ഗേറ്റ് കൂടെ പോവുക. ഇതുണ്ടല്ലോ ഗോൽക്കൊണ്ട ഫോർട്ട്. അപ്പൊ ഇതിന്റെ ടിക്കറ്റ് എടുക്കലും കാര്യങ്ങളൊക്കെ ഇവിടെ അല്ല, അതിന്റെ ഉള്ളിൽ കണ്ടിട്ട് കയറി അങ്ങോട്ട് പോകണം. പോയി കഴിഞ്ഞിട്ടാണ് ടിക്കറ്റ് എടുക്കുക. അപ്പൊ ഞാൻ അതിന്റെ അകത്തേക്ക് കയറിയിട്ടുണ്ട്. ഇവിടെ ബാഗും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ട്. അതിനുള്ള സെക്യൂരിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ എൻ്റെ കയ്യിൽ ബാഗൊന്നുമില്ല. ജസ്റ്റ് ക്യാമറ ബാഗും അതിന്റെ ബാറ്ററിയും കാര്യങ്ങളൊക്കെ ഉള്ളൂ. അത് പ്രശ്നമൊന്നുമില്ല. വെറുതെ ചെക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇവിടുന്ന് നമുക്ക് സ്കാൻ ചെയ്യാം. 20 രൂപയാണ് ടിക്കറ്റ് ചാർജ്. അത് നമുക്ക് ഗൂഗിൾ പേ ചെയ്താൽ മതി. എന്നാൽ പിന്നെ ടിക്കറ്റിനോട് വരി നിൽക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ടിക്കറ്റൊക്കെ എടുത്ത് പിന്നെ ഞാൻ അങ്ങനെ അങ്ങോട്ട് പോവുകയാണ്. ഇതാണ് വന്ന വഴി. ഇവിടുന്ന് ഇങ്ങനെ വന്ന വഴി. നല്ല സൂര്യനൊക്കെ ഉണ്ട്. പക്ഷെ തണുപ്പ് നല്ലോണമുള്ള ഒരു സമയമാണ്. ഇവിടെയാണ് ടിക്കറ്റ് എടുക്കുന്ന ഒരു ഭാഗം, കൗണ്ടറും കാര്യങ്ങളൊക്കെ. അപ്പൊ അവിടുന്ന് ടിക്കറ്റ് എടുത്തിട്ട് ഇതിലേ അങ്ങനെ പോവുക. നമ്മള് GPay ചെയ്തതിന്റെ ആ ഇത് അവർക്ക് കാണിച്ചു കൊടുത്താൽ മതി. അപ്പൊ നേരെ അതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് കയറാം. ഈ ഒരു ചെറിയൊരു വീതി പറഞ്ഞിട്ട് അതിലൂടെയാണ് പോവുക. അപ്പൊ ഇവിടെയാണ് ചെക്കിങ് കഴിഞ്ഞിട്ട് അങ്ങോട്ടേക്ക് കടക്കുന്ന ഭാഗം. ഇവിടെ ഒരു ഗേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഇനി നമുക്ക് ഇതിന്റെ അകത്തെ കാഴ്ചകളൊക്കെ കാണാം. ഇതിന് മുമ്പ് ഞാൻ ഒരു തവണ ഇവിടെ വന്നിട്ടുണ്ട്, കുറെ മുമ്പ്, ഏകദേശം ഒരു 5 വർഷം മുമ്പ്. ഇതാണ് ടിക്കറ്റ് ചെക്ക് ചെയ്ത് കഴിഞ്ഞ് വന്നിട്ടുള്ള ഒരു ചെറിയൊരു എന്താ പറയാ, ഒരു ഒഴിഞ്ഞ സ്ഥലം. ഇവിടുന്ന് അത് എക്സിറ്റ് ആണ്. ലെഫ്റ്റ് സൈഡിലേക്ക് പോകുന്ന ഭാഗം എക്സിറ്റ്, പുറമേക്ക് പോകുന്ന ആ ഒരു ഭാഗമാണ്. ഇതാണ് എക്സിറ്റ്. ഈ ഒരു ഭാഗം ഞാൻ ജസ്റ്റ് ഒന്ന് ഇവിടെ നിന്ന് കാണാൻ വന്നെന്നുള്ളൂ. ഇതുണ്ടല്ലോ, ഈ ഒരു ഭാഗമാണ് എക്സിറ്റ് ഭാഗം. അങ്ങനെ നേരെ അങ്ങോട്ട് പോയിട്ടുണ്ട്. പുറത്തേക്കുള്ള വഴി ഈ ഒരു ഭാഗത്താണ് ഉള്ളത്. ഇതാണ് ഇതിന്റെ മെയിൻ കവാടം. ഇതിലൂടെയാണ് നമ്മൾ അങ്ങോട്ട് കടക്കേണ്ടത്. അപ്പൊ ഇതിന്റെ അകത്തേക്ക് ഇനി ഞാനും അങ്ങോട്ടേക്ക് കടക്കുകയാണ്. അത്യാവശ്യം നല്ല തിരക്കുണ്ട് ഇവിടെ. 3:30 മണിയായിരിക്കുന്നു ഇപ്പൊ സമയം. കാരണം രാത്രി നേരത്തെ ആവും. അപ്പൊ അതിന്റെ മുമ്പ് തന്നെ പോയി കാണണം എന്നുള്ളതൊക്കെയാണ് ഇങ്ങോട്ട് വന്നതാണ്. ഈ ഒരു ഭാഗം ഇനി ഇവിടുന്ന് അങ്ങോട്ട് തുടങ്ങും നമുക്ക് കാഴ്ചകള്. ഇവിടെ എല്ലാവരും കൈകൊട്ടും. അതെന്താണെന്നുള്ള അതിന്റെ ഒരു ശാസ്ത്രീയ വശം ഞാൻ പിന്നീട് വിശദീകരിക്കാം തിരിച്ചു വന്നു കഴിഞ്ഞിട്ട്. ഇവിടെ അത്യാവശ്യം തിരക്കുണ്ട് ഇപ്പൊ. അപ്പൊ നിങ്ങൾ അങ്ങനെ കണ്ടോളൂ. ഞാനിതിന്റെ ചെറിയ ചരിത്രമൊക്കെ പറയാം. അതിന്റെ ഏറ്റവും മുകളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല, കാരണം ഞാൻ മുമ്പ് പോയിട്ട് കുറെ നടക്കണം. അപ്പൊ അത് ഇന്ത്യയിലെ നമ്മളെ തെലങ്കാനയിലെ ഹൈദരാബാദിന്റെ പടിഞ്ഞാറൻ പ്രാന്തപ്രദേശത്ത് ഇരുന്ന ഒരു കോട്ടയും പിന്നെ ഒരു തകർന്ന നഗരമാണ് ഈ ഗോൽക്കൊണ്ട എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സ്ഥലം. 11ാം നൂറ്റാണ്ടിലെ കാക്കതീയ ഭരണാധികാരിണ്ടായിരുന്നു പ്രതാപ രുദ്രയാണ് ഈ കോട്ട ആദ്യം പിന്നെ മണ്ണുകൊണ്ട് നിർമ്മിച്ചത്. പിന്നെ 1ാം ബഹ്മനി വിജയനഗർ യുദ്ധത്തിൽ ബഹ്മനി സുൽത്താൻ മുഹമ്മദ് ഷാ 1ാമന്റെ ഭരണകാലത്ത് മസൂരി നായകരിൽ നിന്ന് ഇത് ബഹ്മനി രാജാക്കന്മാർക്ക് വിട്ടുകൊടുത്ത്. സുൽത്താൻ മഹമ്മൂദ് ഷായുടെ മരണശേഷം സുൽത്താനത്ത് ശിഥിലമാവുകയും പിന്നെ ബഹനി രാജാക്കന്മാര് ഹൈദരാബാദ് ഗവർണറായി നിയമിച്ച സുൽത്താൻ ഗുലി നഗരത്തെ കോട്ട കെട്ടി ഗോൽക്കൊണ്ട സുൽത്താനേറ്റിന്റെ തലസ്ഥാനാക്കുകയും ചെയ്ത്. ഈ വജ്രഖനികളുടെ, പ്രത്യേകിച്ച് കൊല്ലൂർ ഖനിയുടെ സമീപത്തായതിനാൽ ഈ ഗോൽക്കൊണ്ട വജ്രങ്ങൾ എന്നറിയപ്പെടുന്ന വലിയ വജ്രങ്ങളുടെ വ്യാപാര കേന്ദ്രമായിരുന്നു ഈ ഗോൽക്കൊണ്ട വളർന്ന്. ഗോൽക്കൊണ്ട പിന്നെ കോട്ട നിലവിൽ ഉപേക്ഷിക്കുകയും പിന്നെ നിവേശിച്ചവന് അവശിഷ്ടായി. 2014 ലോക പൈതൃക
പിന്നെ സ്ഥലമായിട്ട് മാറുന്നതിന് യുനെസ്കോ ഈ സമുച്ചയത്തെ താൽക്കാലിക പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഇത് ആർക്കിയോളജിക്കൽ പിന്നെ സർവേ ഓഫ് ഇന്ത്യ ആണ് ഇതിന്റെ നിയന്ത്രിക്കുന്നത് ഈ ഒരു സാധനം. बच्चे पूरी झाड़ू नहीं सीटी मारी में पड़े से बड़े बड़े लोग को जाएगा तो खाली जगह तो नहीं डांस करेंगे नॉर्मल चली बोले പഞ്ചാബിലൊരു ഫോർട്ടുണ്ട്. അവിടെ ഇതുപോലെ സ്റ്റേജിൽ പിന്നെ പഞ്ചാബി ഡാൻസ്, പഞ്ചാബി പാട്ടുകൾ, ആണുങ്ങളത് വേറെ പെണ്ണുങ്ങളത് വേറെ ഉള്ള പ്രോഗ്രാമുണ്ട്. അങ്ങനത്തെ ഒരു പരിപാടി നടത്താനുള്ള സ്ഥലമുണ്ട്. ഇവിടെ ആകെ ഇരുട്ടാ. Just get updated. Yeah, we get a little older photo. ഇതിൻ്റെയൊക്കെ വിശദീകരണങ്ങൾ ഇതിലുണ്ട് ഓരോ ഭാഗങ്ങളിൽ. ഗൈഡിൻ്റെ ആവശ്യം ശരിക്കും നമുക്ക് വരുന്നില്ല. ഈ കൺസ്ട്രക്ഷനൊക്കെ ഉണ്ടല്ലേ, കതിർ വെച്ച് വയ്ക്കുന്നു. ഇവിടുന്ന് അങ്ങോട്ടേക്ക് പ്രവേശനം ഇവിടെയൊക്കെ കൊണ്ട് കൂട്ടി വെച്ചിരിക്കുന്നു. ഇത്തിരി ഹൈറ്റുള്ള കെട്ടിൻ്റെ മുകളിൽ ഓരോ കരിങ്കല്ല് പീസുകൾ അങ്ങനെ വെച്ചിരിക്കുകയാണ്. ഇനി അങ്ങനെ അങ്ങോട്ടേക്ക് പോകണ്ട, പക്ഷേ പ്രവേശനം നിരോധിച്ചിരിക്കുന്നു അവിടെ.
അത്യാവശ്യം നടക്കാനുണ്ട്. ഞാനിത് 2ാം തവണയാണ് ഇതിൻ്റെ മുകളിൽ കയറുന്നത്. കയറി 1 മണിക്കൂർ ചുരുങ്ങിയത് വേണമെന്ന് കണ്ട് താഴത്തേക്ക് ഇറങ്ങി വരാൻ. ഇത് കല്ലിനെങ്ങനെ കട്ട് ചെയ്താണ്ടല്ലേ. ഈ കോട്ടയൊക്കെ ഉണ്ടാക്കിയ ആൾക്കാരെ സമ്മതിക്കാൻ വേണം. എത്ര കോട്ടകളാണ് നമ്മൾ ഇന്ത്യയിലുള്ളത്. ഇതൊക്കെ പീരങ്കികളാണ്. 1, 2, 3, 4 പീരങ്കി. ഇതിൻ്റെ മുകളിലുണ്ട് സംഭവം കുറേ അങ്ങോട്ട്. പക്ഷെ ഞാനങ്ങോട്ട് കയറുന്നില്ല. അവിടെ നോക്കി അങ്ങനെ താഴ്ച കാണുമെന്നല്ലാണ്ട് കാര്യപ്പെട്ടിട്ട് ഒന്നും അവിടെ ഇല്ല. ഞാൻ മുമ്പ് പോയപ്പോൾ തന്നെ राजाची स्टोरी सांगितली आठवते का? त्याच राजाचं हे अंग्रेज हे ഞാനിപ്പോൾ ക്ലാപ്പ് അടിച്ചില്ലേ. അപ്പോൾ അതിൽ ഈ ക്ലാപ്പ് അടിച്ചത് ഏറ്റവും ടോപ്പിലേക്ക് കേൾക്കും. അപ്പോൾ 1ാമത്തെ ക്ലാപ്പ് അടിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം രാജാവ് വരുന്നുണ്ട് എന്നാണ്. 2ാമത്തെ ക്ലാപ്പിൽ ഇവിടുത്തെ ഗസ്റ്റുകൾ വരുന്നുണ്ട്. 3ാമത്തെ ക്ലാപ്പ് കണ്ടിന്യൂസ് ആയിട്ട് അടിക്കുന്ന സമയത്ത് ശത്രുക്കൾ വരുന്നുണ്ട് ഉള്ള സൂചനയാണ്. അത് ഇവിടുന്ന് ഏറ്റവും ടോപ്പിൽ അവിടേക്ക് കേൾക്കും. അപ്പോൾ എന്ത് ചെയ്യും, ഈ 7 കിലോമീറ്റർ ചുറ്റളവിലുള്ള പിന്നെ 8 വാതിൽ ക്ലോസ് ചെയ്യാനുള്ള ഓർഡർ കൊടുക്കും. അതാണ് ഇതിൻ്റെ ഒരു ടെക്നോളജി. എല്ലാവരും അടിക്കുന്നതൊക്കെ ടക്ക് ടക്ക് തന്നെ അടിക്കുക. അപ്പം ഈ ഒരു ശബ്ദം അവിടെ കേൾക്കും. അപ്പം ഇനി പുറത്തേക്ക് പോവാണ്. വരുന്ന ഗേറ്റിൻ്റെ അപ്പുറത്ത് വേറൊരു ഗേറ്റുണ്ട്. അതിലൂടെയാണ് പുറത്തേക്കുള്ള എക്സിറ്റ് അടിക്കുക. വന്ന ഗേറ്റിൽ കൂടെ അല്ല പുറത്തേക്ക് പോവുക. അത്യാവശ്യം നല്ല ഏരിയ ഉണ്ട്. അത്യാവശ്യം നടക്കാൻ പറ്റുന്നവർ മാത്രം ഈ കോട്ടൻ്റെ അകത്ത് കയറിയാൽ മതി. 20 ഉറുപ്പ്യാണ് ഓൺലൈനിൽ ടിക്കറ്റ് എടുത്താൽ. മറ്റേതിന് 25 തോന്നുന്നുണ്ട്. പക്ഷേ ആ ഉറുപ്പ്യൊക്കെ അത്ര സംഭവം ഉള്ളിൽ കാണാനുണ്ട്. ഇത് കയറുന്ന ഡോറ്, ഇത് പുറത്തേക്ക് പോകുന്ന ഡോറ്. അപ്പോൾ നമ്മുടെ സാക്സ് വെറൈറ്റീസ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമന്റ് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു.